Hello students, Module 5 next നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് മെട്രിക്സ് റിപ്രസെൻറ്റേഷൻ ഓഫ് ഗ്രാഫ്സ് ആണ്. അപ്പോൾ മെട്രിക്സ് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി MFCയിൽ പഠിച്ചിട്ടുണ്ടല്ലേ. അതായത് നമുക്ക് കുറച്ച് നമ്പേഴ്സിൻ്റെ കളക്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒരു ഓർഡർ ആക്കിയിട്ട് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് റിപ്രസെൻറ്റ് ചെയ്യുക. കോളം വൈസും റോ വൈസും ഒക്കെ ആക്കിയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുന്നതിനാണ് നമ്മൾ മെട്രിക്സ് റിപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് ഗ്രാഫിൻ്റെ മെട്രിക്സ് റിപ്രസെൻറ്റേഷനാണ്. നമുക്കറിയാം ഗ്രാഫ് എന്താണ്. ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്ജസും വേർട്ടീസസും കൂടി ചേർന്നിട്ടുള്ളതാണല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എഡ്ജസിനെയും വേർട്ടെക്സിനെയും ഒക്കെ മെട്രിക്സ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് 5 ടൈപ്പ് ഓഫ് മെട്രിക്സ് ആണ് ഇവിടെ പഠിക്കാനുള്ളത്. ഇൻസിഡൻറ്റ് മെട്രിക്സ്, അഡ്ജസൻസി മെട്രിക്സ്, സർക്യൂട്ട് മെട്രിക്സ്, പാത്ത് മെട്രിക്സ് ആൻഡ് കൺസെപ്റ്റ് മെട്രിക്സ്. അപ്പോൾ നമുക്ക് 1 by 1 എന്താണ് ഓരോന്നിൻ്റെയും കൺസെപ്റ്റ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇൻസിഡൻറ്റ് മെട്രിക്സ് എന്താണെന്നുള്ളത് നോക്കാം. അതിന് മുന്നേ ഒരു കാര്യം ചോദിക്കട്ടെ, എന്താണ് ഇൻസിഡൻറ്റ് എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വേർട്ടെക്സ് എടുത്തു കഴിഞ്ഞാൽ ആ വേർട്ടെക്സ് ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പോകുന്ന എഡ്ജസിനെയാണ് നമ്മൾ ഇൻസിഡൻറ്റ് എഡ്ജ് എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ V1, V2, V3, V4, V5, V6 എന്ന് പറഞ്ഞിട്ട് 6 വേർട്ടീസസും അതുപോലെ 8 എഡ്ജസുള്ള 9 എഡ്ജസുള്ള ഒരു ഗ്രാഫ് ഞാനിവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഗ്രാഫിൻ്റെ ഇൻസിഡൻറ്റ് മെട്രിക്സ് റിപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു മെട്രിക്സ് നമുക്കറിയാം, അത് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്താണ് നമ്മൾ കോളം വൈസും റോ വൈസും ഒക്കെ അവിടെ വരുന്ന എലമെൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു മെട്രിക്സിൻ്റെ ടോപ്പിലായിട്ട് എഡ്ജസ് നമ്പേഴ്സ് അവിടെ നോട്ട് ചെയ്ത് വെക്കും. അതുപോലെ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, വേർട്ടീസസിൻ്റെ നമ്പറും മാർക്ക് ചെയ്ത് വെക്കും. അപ്പോൾ ഇവിടെ ടോട്ടൽ 9 എഡ്ജസ് ഉണ്ട്. 9 എഡ്ജസ് നമ്മൾ 1, 2, 3 എന്നുള്ള നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തത്. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9 അങ്ങനെ അതവിടെ റെപ്രസെൻറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ടോപ്പിൽ അത് റെപ്രസെൻറ്റ് ചെയ്തു. ഇനി ലെഫ്റ്റ് സൈഡിൽ അവിടെ എത്ര വേർട്ടെക്സ് ആണോ നമ്മൾ യൂസ് ചെയ്തത് അത്രയും വേർട്ടെക്സ് അവിടെ ഡിനോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇവിടെ 6 വേർട്ടെക്സ് ആണുള്ളത്. അപ്പോൾ 6 വേർട്ടെക്സ് അവിടെ നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് V1 എന്നുള്ള വേർട്ടെക്സ് നമ്മുടെ ഗ്രാഫിലെടുക്കുക. എന്നിട്ട് അതായിട്ട് ഇൻസിഡൻ്റ് ആയിട്ട് വരുന്ന എഡ്ജസിനൊക്കെ വാല്യൂ 1 കൊടുക്കുക, അല്ലാത്ത എഡ്ജസിനൊക്കെ 0 വാല്യൂ കൊടുക്കുക. അപ്പോൾ ഇവിടെ V1 എന്നുള്ള വേർട്ടെക്സ് ആയിട്ട് 2 എഡ്ജസാണ് ഇൻസിഡൻ്റ് ആയിട്ടുള്ളത്, 1ഉം 2ഉം. അപ്പോൾ 1ൻ്റെയും 2ൻ്റെയും താഴെ നമ്മൾ 1 ഇട്ട് കൊടുക്കുക. ബാക്കി എല്ലാ എഡ്ജസിനും നമ്മൾ 0 വാല്യൂ കൊടുക്കും. ഇനി അതുപോലെ V2 എന്നുള്ള അടുത്ത വേർട്ടെക്സ് എടുക്കാം. അപ്പോൾ V2 എടുത്തു കഴിഞ്ഞാൽ അത് ടോട്ടൽ 4 എഡ്ജസ് വരുന്നുണ്ട് അല്ലേ. 1, 2, 3, 4. അപ്പോൾ ആ 4 എണ്ണത്തിനും 1 കൊടുക്കുക, ബാക്കി എല്ലാ കേസിലും 0 കൊടുക്കുക. ഇനി V3 എടുക്കുക. V3 ആയിട്ട് 3, 5, 8, 6 ഈ 3 എഡ്ജസാണ് വരുന്നത്. അപ്പോൾ അതിന് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും 0 കൊടുക്കുക. 3ക്ക് 1 കൊടുക്കാം. 4 ഇല്ലാത്തതുകൊണ്ട് 4ന് 0 കൊടുക്കും. 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഇല്ല, 8 ഉണ്ട്, 9 ഇല്ല. ഇനി V4 എന്നുള്ള അടുത്ത വേർട്ടെക്സ് എടുക്കാം. V4 ആയിട്ട് 6 എന്നുള്ളൊരു എഡ്ജ് മാത്രമേ വരുന്നുള്ളൂ. അപ്പം 6ന് മാത്രം 6 എന്നുള്ള ഈ ഒരു കോളത്തിൻ്റെ താഴെ മാത്രം 1 കൊടുക്കുക, ബാക്കി എല്ലാ കേസിലും 0 വാല്യൂ കൊടുക്കാം. ഇനി V5 എടുത്തു കഴിഞ്ഞാൽ 4, 5, 7 3 വേർട്ടെക്സാണ് എഡ്ജസാണ് കണക്ട് ചെയ്ത് വരുന്നത്. അപ്പോൾ അതിന് മാത്രം എന്ത് കൊടുക്കുക, 1 കൊടുക്കുക, ബാക്കി എല്ലാ കേസും 0 കൊടുക്കുക. ഇനി V6 എടുത്തു കഴിഞ്ഞാൽ 9, 8, 7 ആ ലാസ്റ്റത്തെ 3 എഡ്ജസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അവർക്ക് മാത്രം 1 കൊടുക്കുക, ബാക്കി എല്ലാ കേസും എന്ത് കൊടുക്കുക, 0 കൊടുക്കുക. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇൻസിഡൻറ്റ് മെട്രിക്സ് റിപ്രസെൻറ്റേഷൻ ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത്രയേ ചെയ്യുന്നുള്ളൂ. ഒരു വേർട്ടെക്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആ വേർട്ടെക്സ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എഡ്ജസിന് മാത്രം 1 എന്നുള്ള വാല്യൂ കൊടുക്കും, ബാക്കി എല്ലാ എഡ്ജസിനും 0 കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ മെട്രിക്സ് ഡെഫിനേഷൻ നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം.
അപ്പം എ ഐ ജെ എന്ന് പറയുന്ന ഒരു മെട്രിക്സിൻ്റെ അകത്തുള്ള എലമെൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതല്ലേ. അപ്പോൾ എ ഐ ജെ എന്ന് പറയുന്നത് 2 കണ്ടീഷൻസാണ്. ഒന്നെങ്കിൽ അത് 1 ആവും, അല്ലെങ്കിൽ 0 ആവും. 1 ആവണമെന്നുണ്ടെങ്കിൽ EIJ, അതായത് നമ്മൾ ഏത് എഡ്ജാണോ എടുക്കുന്നത് ആ ഒരു എഡ്ജ് ഏതുമായിട്ട് ഇൻസിഡൻ്റ് ആയിരിക്കണം. if EIJ is incident with VI. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ഒരു വേർട്ടെക്സ് ആയിട്ട് VIന് ജനറലി നോട്ട് ചെയ്യുന്നതാണ്. അത് V1 ആവാം, V2 ആവാം, V3 ആവാം, ഏത് വേർട്ടെക്സ് ആവാം. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന വേർട്ടെക്സ് ആയിട്ട് ആ എഡ്ജ് ഇൻസിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ വാല്യൂ 1 കൊടുക്കും, അല്ലെങ്കിൽ 0 എന്നുള്ള വാല്യൂ കൊടുക്കും. അപ്പോൾ മെട്രിക്സ് ഡെഫിനിഷൻ ഇതാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇൻസിഡൻറ്റ് മെട്രിക്സിൻ്റെ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കാം. മൂവിങ് ടു നെക്സ്റ്റ് മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ, ദാറ്റ് ഈസ് അഡ്ജസൻസി മെട്രിക്സ്. നെക്സ്റ്റ് വൺ അഡ്ജസൻസി മെട്രിക്സ് ആണ്. ഇവിടെ നമ്മൾ വേർട്ടെക്സ് തമ്മിൽ കണക്ഷൻസ് ഉണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പം V1 എന്നുള്ളൊരു വേർട്ടെക്സ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വേർട്ടെക്സിന് തൊട്ടടുത്ത് വരുന്ന മറ്റേത് വേർട്ടെക്സ് ആയിട്ടാണോ കണക്ഷൻ ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇപ്പം V1 കണക്ഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ലൂപ്പ് വേണം അല്ലേ. എന്നാൽ മാത്രമല്ലേ V1 ആയിട്ട് കണക്ട് ചെയ്തെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ അഡ്ജസൻസി മെട്രിക്സ് ഫോം ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ എഡ്ജസും വേർട്ടെക്സും തമ്മിലായിരുന്നു നോക്കിയത്. ഇവിടെ നമ്മൾ വേർട്ടെക്സും തമ്മിലാണ് എടുക്കുന്നത്. അപ്പം നമ്മളൊരു മെട്രിക്സിൻ്റെ സ്ക്വയർ ബ്രാക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മേലെയും നമ്മൾ V1 V2 എന്നുള്ള നമ്മുടെ വേർട്ടെക്സിൻ്റെ നമ്പേഴ്സാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ V1 V2 V3 V4 V5 V6 ഞാൻ നേരത്തെ കൺസിഡർ ചെയ്തിട്ടുള്ള അതേ ഗ്രാഫ് തന്നെയാണ് കേട്ടോ എപ്പോഴും എടുത്തിട്ടുള്ളത്. അതവിടെ റെപ്രസെൻറ്റ് ചെയ്തു. ആൻഡ് ലെഫ്റ്റ് സൈഡിലും നമ്മൾ എന്താ ചെയ്യുന്നത്, ആ വേർട്ടെക്സ് തന്നെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. V2 V3 V4 V5 V6. ഇനി നമ്മൾ നോക്കാം, V1ഉം ഇവിടെ ലെഫ്റ്റ് സൈഡിലും V1 ആണ്, ടോപ്പിൽ കോളം വൈസും V1 ആണല്ലേ. അപ്പോൾ V1ഉം തമ്മിൽ കണക്ഷൻ ഉണ്ടോ നമ്മുടെ ഗ്രാഫിൽ? ഇല്ലല്ലോ. അതിന് കണക്ഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റുമായിരുന്നു എപ്പം V1ൻ്റെ മേലെ ഇങ്ങനെ ഒരു ലൂപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ പറയാമായിരുന്നു. അപ്പോൾ ഇവിടെ ലൂപ്പ് ഇല്ലാത്തതുകൊണ്ട് V1 ആയിട്ട് കണക്ഷൻ ഇല്ല. അതുകൊണ്ട് V1ഉം തമ്മിൽ 0 എന്നുള്ള വാല്യൂ കൊടുക്കാം. ഇനി V1ഉം V2 നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു എഡ്ജ് വരുന്നുണ്ട്. അപ്പോൾ V1 V2 ആയിട്ട് കണക്റ്റഡ് ആണല്ലേ. അപ്പോൾ നമുക്ക് 1 കൊടുക്കാം. പിന്നെ V1ന് വേറെ മറ്റ് വേർട്ടെക്സ് ആയിട്ട് ഒന്നും കണക്ഷൻസ് വരാത്തതുകൊണ്ട് അവിടെയൊക്കെ 0 വാല്യൂസ് ഇട്ട് കൊടുക്കും. നെക്സ്റ്റ് V2 എന്നുള്ള ഈ ഒരു ലെഫ്റ്റ് സൈഡ് എടുക്കുക. അപ്പോൾ V2 ആയിട്ട് ഏതൊക്കെ വേർട്ടെക്സ് ആണ് കണക്ട് ചെയ്ത് വരുന്നത് നോക്കാം. V2ഉം V1ഉം തമ്മിൽ നമുക്കൊരു എഡ്ജ് ഫോം ചെയ്തിട്ടുണ്ട്, ഇവിടെ ഗ്രാഫിൽ കാണാൻ പറ്റും. അപ്പോൾ V2 V1ലേക്ക് നമുക്ക് 1 കൊടുക്കാം. V2ൽ V2 കണക്റ്റഡ് ആണോ? അല്ല, അവിടെ ലൂപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് 0 കൊടുക്കാം. V2 V3 കണക്റ്റഡ് ആണ്, അപ്പോൾ 1 കൊടുക്കാം. V2 V4 കണക്റ്റഡ് അല്ല, അപ്പോൾ 0. V2 V5 കണക്റ്റഡ് ആണ്, അപ്പോൾ 1 കൊടുക്കും. ആൻഡ് V2 V6 കണക്റ്റഡ് അല്ല, അപ്പോൾ 0 കൊടുക്കും. ഓക്കെ, ഇനി V3 എടുത്തു കഴിഞ്ഞാൽ V3ന് ഏതൊക്കെ കണക്റ്റഡ് ആണ്? V4ഉം V2ഉം V6ഉം കണക്റ്റഡ് ആണ്. അപ്പോൾ അവർക്ക് മാത്രം എന്ത് കൊടുക്കാം? 1 കൊടുക്കാം. V3 കണക്റ്റഡ് അല്ല, 0. V4 കണക്റ്റഡ് ആണ്, അപ്പോൾ 1. V5 കണക്റ്റഡ് അല്ല, അപ്പോൾ 0. ആൻഡ് V6 കണക്റ്റഡ് ആണ്, അപ്പോൾ 1. നെക്സ്റ്റ് V4 എന്നുള്ള വേർട്ടെക്സ് എടുക്കുക. V4 ആയിട്ട് V3ക്ക് മാത്രമേ കണക്ഷൻ ഉള്ളൂ അല്ലേ. അപ്പം V3ൻ്റെ താഴെ മാത്രം 1 കൊടുക്കുക, ബാക്കി എല്ലാ കേസിലും 0 കൊടുക്കുക. ലൂപ്പൊന്നും വരാത്തതുകൊണ്ട് V4ഉം തമ്മിലൊന്നും കണക്ഷൻസ് ഇല്ല. ഓക്കെ, ഇൻ കേസ് ഇവിടെ ഒരു ലൂപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് V4 എന്നുള്ള ഈ ഒരു കോളത്തിൻ്റെ താഴെ V4 എന്നുള്ള റോല് വരുന്നിടത്ത് 1 കൊടുക്കാമായിരുന്നു. അപ്പോൾ അവിടെ ലൂപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് 0 തന്നെ കൊടുത്താൽ മതി. ഇനി V5 എടുത്തു കഴിഞ്ഞാൽ V5ന് V2 ആയിട്ട് കണക്ഷൻ ഇല്ല, V1 ആയിട്ടൊരു കണക്ഷൻ വരുന്നുണ്ട്, V3 ആയിട്ട് കണക്ഷൻ വരുന്നുണ്ട്, V4 ആയിട്ട് കണക്ഷൻ ഇല്ല, V5ഉം കണക്ഷൻ ഇല്ല, V6 ആയിട്ടൊരു കണക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് മാർക്ക് ചെയ്തു. ഇനി V6 എന്ന് എടുത്തു കഴിഞ്ഞാൽ V6ന് V1 ആയിട്ട് കണക്ഷൻ ഇല്ല, V2 ആയിട്ട് കണക്ഷൻ ഇല്ല, V3 ആയിട്ട് കണക്ഷൻ ഉണ്ട്, V4 ആയിട്ട് കണക്ഷൻ ഇല്ല, V5 ആയിട്ട് കണക്ഷൻ ഉണ്ട്, V6ഉം തമ്മിൽ ഒരു ലൂപ്പ് ഫോം ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയും 1 കൊടുക്കാം. അപ്പോൾ അഡ്ജസൻസി മെട്രിക്സിൽ നമ്മൾ വേർട്ടെക്സും തമ്മിലുള്ള കണക്ഷൻസ് ആണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അഡ്ജസൻസി മെട്രിക്സിൻ്റെ റെപ്രസെൻറ്റേഷൻ ഈ ഒരു ഫോമിലായിരിക്കും വരുന്നത്. ഇനി ഇതിൻ്റെ മെട്രിക്സ് എന്താ പറയുക, ഡെഫിനേഷൻ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. AIJ ഈക്വൽ ടു
രണ്ട് കണ്ടീഷൻസാണ്, ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 0. 1 ആവുന്നത് എപ്പോഴാണ്? വേർട്ടെക്സിന് അഡ്ജസൻസി ഉണ്ടാകുമ്പം, അല്ലാത്ത കേസിൽ 0 ആവുന്നത്. ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ കട്ട് സെറ്റ് മെട്രിക്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സെയിം ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് സെറ്റ് എന്താണെന്നുള്ളത് അറിയാമല്ലോ. അതായത് എഡ്ജ് കട്ട് സെറ്റാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എഡ്ജ് കട്ട് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാഫിൽ ഏതൊക്കെ എഡ്ജസ് റിമൂവ് ചെയ്താലാണോ നമുക്ക് ആ ഗ്രാഫിനെ 2 ഡിസ്കണക്റ്റഡ് ഗ്രാഫ്സ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്, അപ്പോൾ ആ ഒരു എഡ്ജ് സെറ്റിനെയാണ് നമ്മൾ കട്ട് സെറ്റ്, എഡ്ജ് കട്ട് സെറ്റിന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെയും നമ്മൾ ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് നമുക്ക് ആവശ്യമുള്ളത്. അതായത് തന്നിട്ടുള്ള ഗ്രാഫിൽ ഏതൊക്കെ തരത്തിൽ നമുക്ക് കട്ട് സെറ്റ് ഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ആദ്യം നോട്ട് ചെയ്ത് വെക്കും. അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം ചെയ്യാൻ പോകുന്നത്, ഇവിടെ നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്ന കട്ട് സെറ്റ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ കട്ട് സെറ്റ് 1 എന്നുള്ള നമ്പർ കൊടുക്കാം. അപ്പോൾ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എ ബി എന്നുള്ള ഈ 2 എഡ്ജസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് 2 ഡിസ്കണക്റ്റഡ് ഗ്രാഫ്സ് കിട്ടും അല്ലേ. V1 എന്നുള്ള ഒരൊറ്റ വേർട്ടെക്സ് ഒരു സൈഡിലും ബാക്കി എല്ലാ വേർട്ടെക്സും മറ്റൊരു സൈഡിലും കിട്ടും. അപ്പോൾ നമ്മളെ കട്ട് സെറ്റിലുള്ള എഡ്ജസ് എയും ബിയും ആയിരിക്കും. ഓക്കെ, അത് നമ്മൾ എഡ്ജസ് എന്നുള്ള കോളത്തിൻ്റെ താഴെ മാർക്ക് ചെയ്യാം. ഇനി രണ്ടാമത്തെ കട്ട് സെറ്റ് ഏതാ ഫോം ചെയ്യാൻ പറ്റും? ഇവിടെ സിയും എഫും ജിയും, ഈ 3 എഡ്ജസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ഡിസ്കണക്റ്റഡ് ഗ്രാഫ്സ് കിട്ടും അല്ലേ. അപ്പോൾ രണ്ടാമത്തെ കട്ട് സെറ്റ് എന്ന് പറയുന്നത് സി എഫ് ജി ആയിരിക്കും. ഓക്കെ, അതുപോലെ ഡി എന്നുള്ള ഈ ഒരു എഡ്ജ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ഡിസ്കണക്റ്റഡ് ഗ്രാഫ് കിട്ടും. അപ്പോൾ ഡി എന്നുള്ള ഒരു എഡ്ജായിരിക്കും നമ്മുടെ മൂന്നാമത്തെ കട്ട് സെറ്റ്. ആൻഡ് ഫോർത്ത് കട്ട് സെറ്റ് എന്ന് പറയുന്നത് ജിയും എച്ചും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ഡിസ്കണക്റ്റഡ് കിട്ടും. അപ്പം ജി എച്ച് എന്നുള്ള അടുത്ത സെറ്റ് ഫോം ചെയ്യാം. അതുപോലെ തന്നെ ഇയും എഫും എച്ചും റിമൂവ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? 2 ഡിസ്കണക്റ്റഡ് ഗ്രാഫ് കിട്ടും. അപ്പോൾ അഞ്ചാമത്തെ കട്ട് സെറ്റ് എന്ന് പറയുന്നത് ഇ കോമ എഫ് കോമ എച്ച് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കട്ട് സെറ്റുകളൊക്കെ ഇവിടെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതെന്ത് ചെയ്യുക? റെപ്രസെൻറ്റേഷൻ മെട്രിക്സ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ കട്ട് സെറ്റ് ഞാൻ ഒന്നുകൂടി ഇവിടെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? മെട്രിക്സിൻ്റെ ബോക്സ് വരയ്ക്കുക. എന്നിട്ട് ടോപ്പിലായിട്ട് മേലായിട്ട് ഈ എഡ്ജസ് മാർക്ക് ചെയ്യുക. ഏതൊക്കെ എത്ര എഡ്ജസ് ഉണ്ടോ അത്രയും എഡ്ജസ്, ഇ എഫ് ജി എച്ച് ഐ. ഓക്കെ, ഇത്രയും എഡ്ജസ്സാണുള്ളത്. അപ്പോൾ അത്രയും എഡ്ജസ് അവിടെ മാർക്ക് ചെയ്ത് വെക്കാം. ഇനി ലെഫ്റ്റ് സൈഡിലായിട്ട് എത്ര കട്ട് സെറ്റ് നമ്മൾ ഫോം ചെയ്തിട്ടുണ്ടോ അതിൻ്റെ നമ്പർ അവിടെ കൊടുക്കാം. ഇനി ആദ്യത്തെ കട്ട് സെറ്റിൽ വരുന്ന എഡ്ജസിൻ്റെ താഴെ മാത്രം 1 കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ കട്ട് സെറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്പർ 1ൻ്റെ നേരെ നമ്മൾ എയും ബിയും ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെയും ബിൻ്റെ താഴെ 1 കൊടുക്കാം. ബാക്കി എല്ലാ കേസിലും 0 കൊടുക്കാം. ഓക്കെ, ആൻഡ് 2 എന്നുള്ള നമ്പർ എടുക്കുക. 2ൻ്റെ താഴെ വരുന്ന 2 എന്നുള്ള സെറ്റിൽ വരുന്ന എഡ്ജസിൻ്റെ താഴെ മാത്രം 1 കൊടുക്കുക. ബാക്കി എല്ലാ കേസിലും 0 കൊടുക്കുക. ഇനി 3 എന്നുള്ള സെറ്റ് എടുക്കാം. അതിൻ്റെ ഉള്ളിൽ ആ സെറ്റിൽ വരുന്ന എലമെൻറ്റിന് എഡ്ജിന് താഴെ മാത്രം 1 കൊടുക്കാം. ബാക്കി എല്ലാ കേസിലും 0 കൊടുക്കാം. 4 എന്നുള്ള സെറ്റ് എടുക്കാം. അപ്പോൾ ആ സെറ്റിൽ വരുന്ന എഡ്ജിന് മാത്രം 1 കൊടുക്കാം. ബാക്കി എല്ലാ കേസിലും എന്ത് കൊടുക്കാം? 0 കൊടുക്കാം. ആൻഡ് 5 എന്നുള്ള സെറ്റ് എടുക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്ന എഡ്ജസിന് മാത്രം 1 കൊടുക്കാം. ബാക്കി എല്ലാ കേസിലും 0 കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത്ര മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. കട്ട് സെറ്റ് മെട്രിക്സിൽ നമ്മൾ ആദ്യം തന്നെ എന്ത് നോട്ട് ചെയ്ത് വെക്കാം? അവിടെ ഏതൊക്കെ കട്ട് സെറ്റ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് അത് വെച്ചിട്ടാണ് നമ്മളതിൻ്റെ മെട്രിക്സ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ സെറ്റിൻ്റെ നമ്പറായിട്ട് ലെഫ്റ്റ് സൈഡിലും കൊടുക്കും, ടോപ്പിൽ എഡ്ജസിൻ്റെ നെയിമും കൊടുക്കും. എന്നിട്ട് നമ്മൾ എടുക്കുന്ന സെറ്റ് ഏതാണോ കട്ട് സെറ്റ് നമ്പർ 1 ആണെന്നുണ്ടെങ്കിൽ ആ 1 എന്നുള്ള സെറ്റിൽ വരുന്ന എഡ്ജസിന് മാത്രം 1 എന്നുള്ള വാല്യൂ കൊടുക്കും. ബാക്കി എല്ലാ എഡ്ജസിൻ്റെയും വാല്യൂ 0 കൊടുക്കും. ആ ഒരു പ്രൊസീജിയറാണ് നമ്മൾ കട്ട് സെറ്റ് മെട്രിക്സിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റും ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഡെഫിനേഷൻ ഞാൻ പറഞ്ഞുതരാം. Aij ഈക്വൽ ടു 2 കണ്ടീഷൻസാണ്. 1 if jth കട്ട് സെറ്റ് കണ്ടെയ്ൻസ് ദ എഡ്ജ് ആൻഡ് 0 എൽസ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് മെട്രിക്സ് നോക്കാം അല്ലേ.
പാത്ത് മെട്രിക്സിൽ നമ്മൾ ചെയ്യുന്നത് കട്ട് സെറ്റ് മെട്രിക്സിൽ നമ്മൾ ചെയ്ത പോലെ ആദ്യം എന്ത് നോട്ട് ചെയ്ത് വെക്കും, ഈ ഒരു ഗ്രാഫിൽ നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്ന പാത്തുകൾ ഏതൊക്കെയാണെന്നുള്ളത് ആദ്യം തന്നെ നമ്മൾ ഫോം ചെയ്ത് വെക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ മെട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഏതൊക്കെ പാത്ത് ഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത് ആദ്യം നോട്ട് ചെയ്യാം. അത് ഫോം ചെയ്യുന്ന എഡ്ജസ് ഏതൊക്കെയാണെന്നുള്ളത് നോട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പാത്തിൻ്റെ താഴെ 1 2 3 4 5 6 നമ്പേഴ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എത്ര ഉണ്ടാവും നോക്കാം. അതുപോലെ കുറച്ച് എഡ്ജസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എഡ്ജ് നമുക്കറിയാം, പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ഓപ്പൺ വാക്കല്ലേ, അതായത് വേർട്ടെക്സ് എഡ്ജ് എന്ന് പറഞ്ഞിട്ട് ഓൾട്ടർനേറ്റീവ് സീക്വൻസ് ആക്കിയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതായിരിക്കണം. അതുപോലെ അവിടെ എന്ത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, വേർട്ടിസസ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാൻ പോവാണ്, ഓരോ പാത്തായിട്ട് നോക്കാം. അപ്പോൾ വേർട്ടെക്സ് 1 സ്റ്റാർട്ട് ചെയ്ത് എയിലൂടെ പാസ് ചെയ്ത് V2 അവിടുന്ന് എഫിലൂടെ പോയിട്ട് എച്ചിലൂടെ പോയിട്ട് V6 എൻഡ് ചെയ്യുന്ന ഫസ്റ്റ് പാത്ത്, അതാണ് നമ്മൾ പാത്ത് 1 ആക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ വന്നിട്ടുള്ള എഡ്ജസ് മാത്രം നമ്മൾ നോട്ട് ചെയ്താൽ മതി, എയും എഫും എച്ചും. ഇനി രണ്ടാമത് നമ്മൾ എങ്ങനെയാണ് എടുത്തിട്ടുള്ളത്, എയിലൂടെ വന്ന് V2 അവിടുന്ന് V3 സിയിലൂടെ പോയി അവിടുന്ന് ജിയിലൂടെ എച്ചിലൂടെ 6 എത്തിയില്ലേ, അതാണ് രണ്ടാമത്തെ പാത്ത്. അത് നമ്മൾ സെക്കൻഡ് പാത്താക്കി അവിടെ വന്ന് എഡ്ജസ് നോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്ന അത്രയും മാക്സിമം പാത്തുകൾ നമ്മളിവിടെ നോട്ട് ചെയ്ത് വെക്കാം. ഇനി എന്ത് ചെയ്യുക, മെട്രിക്സിലേക്ക് എഴുതുമ്പം നമ്മൾ ഇതുപോലെ ടോപ്പിലായിട്ട് എഡ്ജസ് ABCDEFGHI എന്ന് എഴുതി വെക്കാം. എത്ര എഡ്ജ് ഉണ്ടോ അത്ര എഡ്ജ്. ഞാൻ അവിടെ ലൂപ്പ് വരയ്ക്കാൻ മറന്നിട്ടുണ്ട് തോന്നുന്നുണ്ട്. അപ്പം നമ്മൾ സാധാ നേരത്തൊക്കെ കൺസിഡർ ചെയ്തിട്ടുള്ള ഗ്രാഫ് തന്നെയാണ്. അപ്പോൾ ഈ വരെയുള്ള എഡ്ജസ് ഉണ്ടാവും. പിന്നെ പാത്തുകൾ എത്ര പാത്തുകളാണോ നമ്മൾ ഫോം ചെയ്തിട്ടുള്ളത് അത്രയും പാത്തുകൾ എണ്ണം. എന്നിട്ട് ഈ നമ്മളിപ്പോൾ കട്ട് സെറ്റ് മെട്രിക്സിൽ ചെയ്തപ്പോൾ തന്നെ നമ്മൾ നമ്പർ 1 കൊടുത്തിട്ടുള്ള പാത്തിൻ്റെ നേരെ വരുന്ന എഡ്ജസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ കേസിൽ എയും ഡിയും എച്ചും ആണ് തോന്നുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ മാത്രം 1 കൊടുക്കുക, ബാക്കി എല്ലാ കേസിലും എന്ത് ചെയ്യുക, 0 ഇട്ട് കൊടുക്കുക. ഓക്കെ, ഞാൻ രണ്ടാമത്തെ പാത്ത് നോക്കുക. അപ്പോൾ ആ ഒരു പാത്തിൽ വരുന്ന എഡ്ജസ് ഏതൊക്കെയാണോ അതിൻ്റെ താഴെ മാത്രം 1 എന്നുള്ള വാല്യൂ കൊടുക്കുക, ബാക്കി എല്ലാ കേസിലും എന്ത് കൊടുക്കുക, 0 കൊടുക്കുക. അപ്പോൾ രണ്ടാമത്തെ പാത്ത് ACGH ആയിരുന്നു. അപ്പോൾ അതിന് മാത്രം 1 കൊടുത്തിട്ട് ബാക്കി എല്ലാ കേസിലും നമ്മൾ എന്ത് കൊടുക്കും, 0 കൊടുത്തു. ഓക്കെ, ഇനി മൂന്നാമത്തെ പാത്ത് ACDEH. ഓക്കെ, അപ്പോൾ അതിന് മാത്രം എന്ത് ചെയ്യുക, 1 കൊടുക്കുക, ബാക്കി എല്ലാ എഡ്ജസും 0 കൊടുക്കുക. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ ബാക്കി എല്ലാ പാത്ത് നമ്പേഴ്സിനും റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാത്ത് മെട്രിക്സിൻ്റെ റെപ്രസെൻറ്റേഷൻ അവിടെ കിട്ടും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ്. ഇതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. അപ്പോൾ പാത്ത് മെട്രിക്സിൻ്റെ ഡെഫിനേഷൻ ഇതാണ് വരുന്നത്. AIJ = 1 if edge is on path. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എഡ്ജ് ആ പാത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 1 കൊടുക്കും, അല്ലെങ്കിൽ 0 കൊടുക്കും. ലാസ്റ്റ് മെട്രിക്സ് സർക്യൂട്ട് മെട്രിക്സ്. എവിടെയും നമ്മൾ തന്നെ ചെയ്യുന്നത്, നമുക്കൊരു ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഫോം ചെയ്യാൻ പറ്റാവുന്ന അത്രയും സർക്യൂട്ടുകൾ നമ്മൾ ആദ്യം, സർക്യൂട്ട് അല്ലെങ്കിൽ സൈക്കിൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, അവിടെ നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് അതിന് നമ്പർ കൊടുക്കും, 1 2 3 4 5 6 എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നമ്മൾ പാത്ത് മെട്രിക്സിലൊക്കെ ചെയ്ത പോലെ ആ ഒരു പെർട്ടിക്കുലർ നമ്പറിൻ്റെ ഉള്ളിൽ വരുന്ന എഡ്ജസ് ഏതൊക്കെയാണോ ആ എഡ്ജസ്, അതായത് നമ്മൾ ആ സർക്യൂട്ട് കൺസിഡർ ചെയ്യുമ്പം അവിടെ നമ്മൾ എടുക്കുന്ന എഡ്ജസ് ഏതൊക്കെയാണോ അവിടെ വരുന്നത് അതിനെല്ലാം 1 എന്നുള്ള വാല്യൂ കൊടുക്കും, അല്ലാത്ത കേസൊക്കെ 0 കൊടുക്കും. അപ്പോൾ ഈ ഒരു സെയിം നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തിട്ടുള്ള സെയിം ഗ്രാഫ് തന്നെ എടുത്തിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ ഒരു സർക്യൂട്ട് മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ എഴുതി നോക്കാവുന്നതാണ്. അപ്പോൾ എഴുതുമ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്താൽ മതി. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് മൊഡ്യൂൾ 5-ലെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഗ്രാഫ്സ് എന്നുള്ള ടോപ്പിക്കാണ്. അപ്പം അണ്ടർ ദിസ് ടോപ്പിക് 5 സബ് ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻസിഡൻറ്റ് മെട്രിക്സ്, അഡ്ജസൻസ് മെട്രിക്സ്, പാത്ത് മെട്രിക്സ്, കട്ട് സെറ്റ് മെട്രിക്സ്, സർക്യൂട്ട് മെട്രിക്സ്. അപ്പോൾ ഇതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആദ്യത്തെ 2 അഡ്ജസൻസി മെട്രിക്സും അതുപോലെ ഇൻസിഡൻറ്റ് മെട്രിക്സും. എല്ലാത്തിൻ്റെയും കൺസെപ്റ്റ് ഏകദേശമൊക്കെ ഒരുപോലെ തന്നെയാണ് വരുന്നത്. എന്നാലും നിങ്ങളിത് കൺസെപ്റ്റ് മനസ്സിലാക്കി ഒരു എക്സാമ്പിൾ എടുത്ത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ക്ലിയർ ആവും. ഓക്കെ, ഈസി ടോപ്പിക്കാണ്, ആരും സ്കിപ്പ് ചെയ്യരുത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാം. താങ്ക് യു.